ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഹോം മെയ്ഡ് ടൂട്ടി ഫ്രൂട്ടി ഉണ്ടാക്കാം. പപ്പായ കൊണ്ട്, പച്ച പപ്പായ കൊണ്ട് ടൂട്ടി ഫ്രൂട്ടി വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. കെമിക്കലൊന്നുമില്ല. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും കുറച്ച് കളർ പൗഡറും കൂടി ഇട്ടിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി വെച്ചാൽ ഒരു വർഷം വരെ കേടുവരാതിരിക്കാം. ഇത് കേക്കും ബ്രെഡ്, ബിസ്ക്കറ്റ് ഇതിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ ഇതൊക്കെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് കളർഫുള്ളായി ഉണ്ടാക്കി വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും എടുത്ത് കുറേശ്ശെ എടുത്ത് ഉണ്ടാക്കാൻ പറ്റും. നല്ല ടൂട്ടി ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് പച്ച നല്ല പപ്പായ ഒന്ന് വേണം. കൂടുതൽ പഴുക്കണ്ട. ചെറുതായി ചനഞ്ഞിരുന്നാലും കുഴപ്പമില്ല, എന്നാലും പഴുത്തു പോകരുത്. അതൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ട് വരാം നമുക്ക്. എന്നിട്ട് തുടങ്ങാം. തൊലി കളയണം. വൃത്തി തൊലി കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. എല്ലാവർക്കും ട്രൈ ചെയ്യാം. ബിഗിനേഴ്സിനും ഒക്കെ ആകാം. ഇപ്പോൾ ക്രിസ്മസ് കാലമാണ്. കുട്ടികളൊക്കെ ഇപ്പോൾ കേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഇതാക്കണ്ട ഇതേപോലെ നല്ല ചെറിയ ചെറിയ പീസാക്കി നുറുക്കിയെടുക്കണം. അതിൽ നമുക്ക് സുമാർ ഒരു കണക്ക് ചെറിയൊരു ബൗളിൽ എത്രയുണ്ട് 4 ബൗൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ച് വെള്ളം നന്നായി തിളയ്ക്കുമ്പോൾ ഇതിട്ട് കൊടുക്കാം. ഒരു ഹാഫ് ബോയിലോളം വെന്ത് കിട്ടിയാൽ മതി. കൂടുതൽ വെന്ത് പോകരുത്. ഒന്ന് തിളപ്പിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ. കൂടുതൽ വെന്ത് പോയാൽ പിസി പിസെന്നായി പോകും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു മതി. എന്നിട്ട് അതിലൊരു അരിപ്പവര് അരിച്ചെടുക്കാം. എന്നിട്ട് പിന്നെയും നമുക്ക് സോസ് പാൻ വെച്ചിട്ട് ആദ്യം അളന്നെടുത്ത അതേ ബൗളിൽ 4 കപ്പ് പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു. അതേ സെയിം 4 കപ്പ് അളവ് പഞ്ചസാര എടുക്കുക. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. തിളയ്ക്കുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വനില എസൻസ് ഒഴിച്ച് കൊടുക്കാൻ. ആവശ്യമുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ഓപ്ഷണലാണ്. ഒരു നല്ല മണം കിട്ടും, അതിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇട്ടിട്ട് ഈ പപ്പായയിലുള്ള വെള്ളവും കൂടി നന്നായി ഒന്ന് വെന്ത് വരണം. ആ ജ്യൂസ് മുഴുവൻ ഇതിൽ കിട്ടണം. അതിനാണ് ഇത് ഏകദേശം കൈ കൊണ്ട് തൊടുമ്പോൾ ഒരു നൂൽ പരുവം പോലെ ആകണം. അപ്പോൾ അതുവരെ ഒന്ന് നന്നായി തിളച്ച് വെറ്റിക്കോട്ടെ. എനിക്കൊരു 20 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്. ഇതാ കണ്ട നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം തൊട്ട് നോക്കിയാൽ അറിയും. ഒരു പിസെന്നുള്ള ഒരു അളവിൽ വരണം. ഒരു നൂൽ പരുവം ഇതാ കണ്ടില്ലേ, ഇതുപോലെ വരണം. മതി, നമ്മുടെ ആയിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അതിനെ അരിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് മുഴുവനും ഇറങ്ങിപ്പോയിക്കോട്ടെ, അരിച്ചെടുക്കണം. പിന്നെ അതിന് നമുക്ക് 3 ബൗളിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളർ മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് കളർ പൗഡറാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ ഷുഗർ സിറപ്പിൽ കുറച്ച് കളർ, റെഡ് കളറും ഗ്രീൻ കളറും മിക്സ് ചെയ്തിട്ട് കലക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ലിക്വിഡ് ആണെങ്കിൽ അതാണെങ്കിലും കുഴപ്പമില്ല. ഏത് കളർ വേണമെങ്കിൽ പിങ്ക്, റെഡ്, ഓറഞ്ച്, അങ്ങനെ ഏത് കളറാണെങ്കിലും ഇതാക്കാം. മറ്റേ ബൗളിൽ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ടുള്ള ആ സെയിം വെറും പപ്പായ മാത്രമാണത് ബൗളിലാക്കി വെച്ചിട്ട് അതിനൊന്ന് തണുപ്പിക്കണം. അപ്പോൾ എറുമ്പ് വരാണ്ടിരിക്കാൻ ഒരു പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ വെക്കാം. നമുക്കിത് ഏകദേശം 1/4 മണിക്കൂറോളം ആവും തണുത്ത് കിട്ടാൻ. തണുത്ത ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വിരിച്ചിട്ട് അതിലിട്ട് വയ്ക്കാം. ഇത് നമുക്കൊരു ഓവർ നൈറ്റ് വെക്കേണ്ടി വരും. 10-12 മണിക്കൂർ കഴിയുമ്പോഴാണ് തനിച്ച് നല്ല ഒട്ടിപ്പിടിക്കാതെ നന്നായി ഒന്ന് ഉണങ്ങി കിട്ടും. ഞാനിത് നൈറ്റ് ഇട്ട് വെച്ചിട്ട് രാവിലെയാണ് ഇതെടുത്തത്. അപ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. എത്ര കളർ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി റെഡിയായി വന്നിട്ടുണ്ട്. എന്ത് കേക്കോ ബിസ്ക്കറ്റോ ബന്ന് ബ്രെഡ് എന്തിന് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണം. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.